വേഗം വരുന്നവനാം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. ഈ കൂട്ടായ്മയിൽ വളരെ പ്രതീക്ഷയോടെ കയറിയിരിക്കുന്ന നിങ്ങളെ, ഈ സന്ദേശം കാണാൻ പരിശുദ്ധാത്മാവ് ഒരുക്കിക്കൊണ്ടുവന്നിരിക്കുന്ന നിങ്ങളെ സ്പർശിക്കുവാൻ തക്കവണ്ണം ബലമുള്ള ഒരു ഭുജം ഈ കൂട്ടായ്മയുടെ മധ്യത്തിലുണ്ട്. നമ്മെ ഓരോരുത്തരെയും വിളിക്കുകയും തിരഞ്ഞെടുക്കുകയും അഭിഷേകം ചെയ്യുകയും ചെയ്തവനാകുന്ന നമ്മുടെ ജീവനുള്ള ദൈവത്തിൻ്റെ നാമത്തെ അറിയുവാൻ, ഓർക്കുവാൻ, അവിടുത്തെ തിരുമനസ്സിൽ നിന്ന് തിരുവിഷ്ടത്താൽ നമ്മുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്തുകളെ, അവിടുത്തെ ശബ്ദത്തെ ധ്യാനിക്കുവാൻ, കേൾക്കുവാൻ സർവശക്തനായ ദൈവം നൽകിയ ഈ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കാസ്പദമായി ആത്മീയ വർധനവിനുള്ള തടസ്സങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. നേരത്തെ ചിന്തിച്ചതുപോലെ മാറ്റങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതൊരു മനുഷ്യൻ മാത്രമല്ല, സാക്ഷാൽ ദൈവം ഒരു മനുഷ്യനിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു മനുഷ്യനെ നമ്മൾ പഠിക്കാനെടുത്താൽ അവൻ ജനിക്കുന്ന നീളത്തിലും തൂക്കത്തിലുമല്ല അവൻ്റെ വളർച്ചാ കാലഘട്ടങ്ങളിൽ നാം അവനെ കാണുന്നത്. ജനിച്ച നാൾ മുതൽ അവനിൽ ഓരോ ദിവസവും മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഈച്ച് ആൻഡ് എവറി സൈഡ്, ഈച്ച് ആൻഡ് എവറി ഓർഗൻസ് ഓരോ ദിവസവും വളർച്ചയിൽ വളർന്നുകൊണ്ടേ ഇരിക്കുന്നു. അതൊരു തലമുടി നാരെടുത്താൽ പോലും നമുക്ക് കാണാൻ പറ്റും, അവിടെ പോലും വളർച്ചകൾ ഉണ്ടാകുന്നു എന്നുള്ളത്. അപ്പോൾ വളർച്ച നമുക്ക് അനിവാര്യമാണ്, വളർച്ച നമുക്ക് അഭികാമ്യമാണ്, വളർച്ച നമുക്ക് ആവശ്യമാണ്. അപ്പം വളരണം എന്നാഗ്രഹിക്കുന്നത് ദൈവമാണ്. വളരണം എന്നാഗ്രഹിക്കുന്ന ദൈവമാണ്. ദൈവം ഈ ഭൂമിയിൽ നട്ട, വിതച്ച, ഉരുവാക്കിയ ഒന്നിനെപ്പോലും വളർത്താതെ ഇരിക്കുന്നില്ല. അത് വളരണ്ട, അതിന് മാറ്റങ്ങൾ വരണ്ട എന്ന് ദൈവം കൽപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒന്നും സംഭവിച്ചിട്ട് പോലുമില്ല. ദൈവം എല്ലാത്തിലും മാറ്റങ്ങൾ ഉണ്ടാകണം, പുരോഗമനമുണ്ടാകണം, വർധനവുണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കും ചിന്തയ്ക്കും ഹിതത്തിനും ഇച്ഛയ്ക്കും ഇഷ്ടത്തിനും വിരോധമായി ചില നിയമങ്ങൾ, ചില ശക്തികൾ ഈ പ്രപഞ്ചത്തിൽ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം ഏറ്റവും സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സൃഷ്ടിയായ നിങ്ങളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ വളരണം എന്നാണ്, നിങ്ങൾ വർദ്ധിക്കണം എന്നാണ്, നിങ്ങൾ ഉയരണം എന്നാണ്. എന്നാൽ ഞാൻ ഇന്ന് ആത്മനിയോഗത്തോടെ ഒരു ദൈവശബ്ദം ഇതിനകത്ത് റിലീസ് ചെയ്യുകയാണ്. നിന്നെ വളർത്തത്തില്ലെന്നും ഉയർത്തത്തില്ലെന്നും നിലനിർത്തത്തില്ലെന്നും മാറ്റങ്ങൾക്ക് നിന്നെ ഇടയാക്കത്തില്ലെന്നും പണ്ടത്തെക്കാളും ദോഷകരമാകുന്നൊരനുഭവത്തിൽ നിന്നെ തള്ളിവിടുമെന്നും ഏതെങ്കിലും ദുർശക്തികളോ മനുഷ്യനോ വാദം ചൊല്ലിയാൽ ഇന്ന് ദൈവത്തിൻ്റെ വചനശക്തിയാൽ ആ വാദം ക്യാൻസലായിരിക്കും. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ ആ ശബ്ദം ക്യാൻസലായിരിക്കും. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ ആ വാദങ്ങൾ അടിവേരോടെ വെട്ടിമാറ്റപ്പെട്ടിരിക്കും. മാറ്റങ്ങൾ, ഒരു മത്സ്യം ജനിച്ചതുപോലെ ഇരിക്കുന്നില്ല, അത് വളരുന്നു. ഒരു പൂച്ച ജനിച്ചതുപോലെ ഇരിക്കുന്നില്ല, വളരുന്നു. ഒരു സിംഹം ജനിച്ചതുപോലെ ഇരിക്കുന്നില്ല, വളരുന്നു. സോ ആത്മാവിൽ ജനിച്ച നിങ്ങൾ വളരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ ശരീര സംബന്ധമായി നിങ്ങൾ ജനിച്ചു, നിങ്ങൾ വളർന്നു, തർക്കമില്ല, തടസ്സമില്ല. പക്ഷെ നിങ്ങൾ ആത്മീയ സംബന്ധമായി നിങ്ങൾ ജനിച്ചു, വളർന്നുവോ എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. ദൈവം ശരീര സംബന്ധമായി വളരാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ആത്മീയ സംബന്ധമായി നിങ്ങൾ വളരണമെന്ന് ദൈവം അതിയായി ആഗ്രഹിക്കുന്നു, വളരെ ആഴമായി ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ അതിന് തടസ്സങ്ങൾ ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങളുണ്ട്. വിസിബിളി
ഇൻവിസിബിളി, ടാഞ്ചിബിളി, ഇൻടാഞ്ചിബിളി. അതിന് തടസ്സങ്ങൾ ഉണ്ട്. ആ തടസ്സങ്ങൾ ചിലത് ശ്രദ്ധിക്കപ്പെടുന്നു, ചിലത് ശ്രദ്ധിക്കപ്പെടുന്നില്ല. ആത്മീയ സംബന്ധമായി ആത്മീയ ജീവിതത്തിൽ സ്പിരിച്വൽ ലൈഫിൽ വളരണം എന്നാഗ്രഹിക്കുന്നവർ, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ശ്രദ്ധാലുക്കളായിരിക്കണം. ശ്രദ്ധയോടെ ജീവിക്കേണ്ട ജീവിതമാണ് ആത്മീയ ജീവിതം. ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട മേഖലയാണ് ആത്മീയ മേഖല. നമ്മളതിനെ വേണ്ടതുപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിനകത്ത് വലിയ നഷ്ടങ്ങൾ സാത്താൻ കൊണ്ടുവരും. ഇന്ന് നമ്മൾ അതിനെ കണ്ടറിഞ്ഞ് ജയിക്കാൻ പോവാണ്. എല്ലാവരും ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ഗാഡ്. ആത്മീയ ജീവിതത്തിൻ്റെ വർധനവിനുള്ള അല്ലെങ്കിൽ വളർച്ചയ്ക്കുള്ള തടസ്സങ്ങൾ എന്താണ്? തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ. തിമോത്തിയോസിന് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ. അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല, തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണം എന്ന് ഞാൻ മക്കദോന്യയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. അനൈക്യതകളും തർക്കങ്ങളും ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിൽ വളർച്ചയ്ക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കും. അനൈക്യതകളും മൂഢതർക്കങ്ങളും അല്ലെങ്കിൽ മൗഢ്യതർക്കങ്ങളും ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കും. അതൊരു സഭയ്ക്കകത്താണെങ്കിലും, അതൊരു കൂട്ടായ്മയ്ക്കകത്താണെങ്കിലും, അതൊരു ചെറിയ കൂട്ടത്തിനകത്താണെങ്കിലും, വലിയ കൂട്ടത്തിനകത്താണെങ്കിലും, ചെറിയ കുടുംബത്തിലാണെങ്കിലും, വലിയ കുടുംബത്തിലാണെങ്കിലും, 2 പേരുള്ള കുടുംബത്തിലാണെങ്കിലും, 20 പേരുള്ള കുടുംബത്തിനകത്താണെങ്കിലും, അനൈക്യതകൾ, അനാവശ്യ തർക്കങ്ങൾ തർക്കിക്കുന്നവൻ്റെ, അനൈക്യതകൾ ഉണ്ടാക്കുന്നവൻ്റെ ആത്മീയ വളർച്ചയെ മുരടിപ്പിച്ച് കളയും. ഒരുപക്ഷെ അവൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമായിരിക്കാം, പാടാൻ വേണ്ടി പാടുമായിരിക്കാം. ഇതൊന്നും കാലം പോകവേ അനൈക്യതകൾക്കകത്തും തർക്കത്തിനകത്തുമെല്ലാം അവൻ എങ്ങനെ കിടന്നു ഉരുണ്ടുമറിയുമ്പോൾ കാലങ്ങൾ പോകവേ ഈ ഗ്ലേസിംഗ് നഷ്ടപ്പെടും. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. ഗ്ലേസിംഗ് നഷ്ടപ്പെട്ട ഒരുപാട് ആത്മീയർ ഈ നമ്മുടെ ചുറ്റുവട്ടത്തിൽ തന്നെയുണ്ട്, ആത്മീയരുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. ഗ്ലേസിംഗ് നഷ്ടപ്പെട്ട ആത്മീയർ, അവർ ചർച്ചയിൽ വരും, അവർ പാട്ട് പാടും, അവർ പ്രാർത്ഥിക്കും, അവർ ഉപവാസ കൂട്ടായ്മയിൽ കാണും, അവർ സ്പെഷ്യൽ മീറ്റിങ്ങിൽ കാണും, അവർ വിശ്വാസികളുടെ കൂട്ടത്തിൽ തന്നെ കാണും, എല്ലാം കാണുമെങ്കിലും ആ ഗ്ലേസിംഗ് നഷ്ടപ്പെടും. ആത്മീയ തിളക്കം അവരുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ഗോൾഡ് ആണെങ്കിലും ശരി തന്നെയാണ്, സ്വർണ്ണമാണെങ്കിലും അത് നമ്മൾ ജ്വല്ലറിയിൽ നിന്ന് മേടിക്കുമ്പം ഭയങ്കര ഗ്ലേസിംഗ് ആയിരിക്കും. ഗോൾഡാണ്, പ്യുവറാണ്, തർക്കമില്ല. നല്ല പേര് കേട്ട ജ്വല്ലറിയിൽ നിന്ന് മേടിച്ചാലും നാളുകൾ കുറേ ഉപയോഗിച്ച് കഴിയുന്ന സമയത്ത് അതിപ്പോൾ റിംഗ് ആണെങ്കിലും എന്താണെങ്കിലും ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഭാഗത്ത് അണിയുന്നത് അത് മോതിരമാണല്ലോ, റിംഗ് ആണല്ലോ. ആ റിംഗ് നമ്മൾ ഉപയോഗിച്ച് വരുമ്പം നിങ്ങൾ ജ്വല്ലറിയിൽ നിന്ന് മേടിച്ച അതേ ഒരു പകിട്ട് അല്ലെങ്കിൽ അതേ ഒരു തിളക്കം, ഒരു ഷൈനിങ്, ഒരു പുതുമ അതിന് നിങ്ങൾക്കൊരു 1 വർഷം 2 വർഷം കഴിയുമ്പോൾ കാണാൻ പറ്റാറുണ്ടോ? ഇല്ല. എത്രയൊക്കെ തന്നെ തേച്ച് മിനിക്കിയാലും ആ പഴയ ഒരു തിളക്കം വരുമോ? ഇല്ല. പിന്നെ എന്തോ വേണം? പിന്നെ വേണമെങ്കിൽ കൊണ്ടൊന്ന് പോളിഷ് ചെയ്യാം. പക്ഷെ സ്വർണം പൂശുന്നതല്ല, അത് പോളിഷ് ചെയ്യുന്നതാണ്. പിന്നെയും വീട്ടിൽ കൊണ്ടുവന്ന് വീണ്ടും 1 മാസം കഴിയുന്നതിന് മുന്നേ വീണ്ടും അതിൻ്റെ തിളക്കം നഷ്ടപ്പെടും. കാര്യം എന്നാണെന്നറിയാമോ? റഫായിട്ടുള്ള മേഖലകളിൽ അത് വ്യാപരിക്കുന്നത് കൊണ്ടാണ്.
റഫായിട്ടുള്ള മേഖലകളിൽ വ്യാപരിക്കുന്നത് കൊണ്ടാണ്. കാരണം നമ്മൾ കൈ എവിടെയൊക്കെ കൊണ്ടുപോകുന്നു അവിടെയെല്ലാം ഈ റിങ്ങും ചെന്ന് പെടുന്നുണ്ട്. അപ്പോൾ അവിടെ ഉരയുന്നു, അവിടെ വലിയുന്നു, അവിടെ ഉരസുന്നു, അവിടെ ആകുന്നു, ഡിറ്റർജൻറ്റിനകത്ത് മുങ്ങുന്നു. അങ്ങനെ പല രീതികൾക്കകത്തൂടെ കയറി ഇറങ്ങി വരുമ്പോൾ അതിൻ്റെ തിളക്കം നഷ്ടപ്പെടും. എന്ന് പറഞ്ഞ് സ്വർണം അല്ലാതാകുന്നില്ല കേട്ടോ. ഒരുപാട് തർക്കങ്ങൾക്കകത്ത് നിങ്ങൾ പെട്ടുപോയി. ചിലതിനൊക്കെ മറുപടി പറയേണ്ടി വന്നു, ചിലതിൻ്റെയൊക്കെ ഇടയിൽ വീഴേണ്ടി വന്നു, ചിലർക്ക് വേണ്ടിയൊക്കെ മധ്യസ്ഥത അണയ്ക്കേണ്ടി വന്നു. എന്ന് പറഞ്ഞ് സ്വർണം അല്ലാതാകുന്നില്ല. ഭൗമികമായി പറയുകയാണെങ്കിൽ അതിനെ പോളിഷ് ചെയ്തെടുക്കാം. പക്ഷെ ഞാൻ ആത്മീയമായി പറയുകയാണെങ്കിൽ നിനക്കൊന്നും കൂടെ ജീവിച്ചു പുറത്തു വരാം. ഹല്ലേലൂയ. ഭൗമികമായി പറയുകയാണെങ്കിൽ ഈ സ്വർണത്തെ കൊണ്ട് പോളിഷ് ചെയ്യും, നാളെ വീണ്ടും മങ്ങും, അല്ലെങ്കിൽ തിളക്കം നഷ്ടപ്പെടും എന്ന് പറയും. പക്ഷെ ഞാൻ ആത്മീയമായി പറയുകയാണെങ്കിൽ വീണ്ടും 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 നീ ഒന്ന് തിരിഞ്ഞു വരാൻ തയ്യാറായാൽ ഇതിനകത്ത്, ഈ മൗഢ്യ തർക്കങ്ങൾക്കകത്ത് നിന്നും, ഈ വേണ്ടാത്ത സംസാരത്തിനകത്തു നിന്നും, ഈ വേണ്ടാത്ത കൂട്ടത്തിനകത്ത് നിന്നുമൊക്കെ നീ പുറത്തു വന്ന് ദൈവമുമ്പാകെ നിൽക്കാൻ തയ്യാറായാൽ ഒരിക്കലും മങ്ങിപ്പോകാത്ത ദൈവത്തിൻ്റെ തേജസ് കൊണ്ട്, ദൈവത്തിൻ്റെ ഷൈനിങ് കൊണ്ട്, ദൈവത്തിൻ്റെ പ്രഭ കൊണ്ട് നിനക്ക് നഷ്ടപ്പെട്ടു പോയ ആ ആത്മീയ തിളക്കം പരിശുദ്ധാത്മാവ് മടക്കിത്തരുമെന്ന് ഇന്ന് ആരോടൊക്കെയോ ദൈവാത്മാവ് ഉറപ്പ് പറയുകയാണ്. ആമേൻ. ശ്രദ്ധിച്ചേ, നഷ്ടം, തിളക്കം കൊണ്ടുവരുന്ന അനൈക്യതകളും തർക്കങ്ങളും. പൗലോസ് ഇവിടെ തിമോത്തിയോസിനോട് പറയുകയാണ്, അന്യത ഉപദേശിക്കരുത്. അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന്. എന്തെങ്കിലും സംസാരിക്കുന്നെങ്കിൽ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി സംസാരിക്കണം, ഉപദേശിക്കാൻ വേണ്ടി ഉപദേശിക്കല്ല. വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി ഉപദേശിക്കണം, കുറ്റപ്പെടുത്താൻ വേണ്ടി ഉപദേശിക്കരുത്. കുറവ് മാത്രം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി സംസാരിക്കല്ല. ഹല്ലേലൂയ. ചില ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട്, അവർ വചനം എടുത്ത് ഞങ്ങളെ കുത്തി സംസാരിച്ചു. വചനം കുത്താനുള്ളതല്ല, വചനത്തിൽ നിന്ന് കുത്തുകൊള്ളുക എന്ന് കേട്ടിട്ടുണ്ട്. അത് എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. വചനത്തിൽ നിന്ന് കുത്തുകൊള്ളുക, നമ്മൾ വചനം വായിക്കുന്ന സമയത്ത് അയ്യോ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ അത് വചനം വായിക്കുമ്പോൾ നമ്മളെ തൊടുന്നതാ. ആ കുത്തു കുഴപ്പമില്ല കേട്ടോ, അത് മാനസാന്തരത്തിനുള്ളതാ. പക്ഷേ മാനസാന്തരപ്പെടട്ടെ, രൂപാന്തരപ്പെടട്ടെ, ഗുണപ്പെടട്ടെ എന്ന് പറഞ്ഞ് വചന എടുത്തു കുത്തി സംസാരിക്കില്ല. ഒരു കുത്തു കൊള്ളട്ടെ, ഒന്ന് വേദനിക്കട്ടെ, എന്നൊന്ന് അറിയട്ടെ എന്ന് പറഞ്ഞ് വചനം എടുത്ത് കുത്തി സംസാരിക്കരുത്. ഹല്ലേലൂയ. വചനം കുത്താനുള്ളതല്ല, ആ വചനം തിരിഞ്ഞ് നമ്മളെ കുത്തും. കാരണം ഇത് എടുക്കാനുള്ള പെർമിഷൻ തന്നേക്കുന്ന ദൈവ. നമുക്കൊന്നൊരു യോഗ്യത ഇല്ല എന്നുള്ള ബോധം നമുക്കുണ്ടല്ലോ അല്ലേ. വചനം എടുത്ത് കുത്തുന്നവരാണെങ്കിലും, കുത്താൻ വേണ്ടി വചനം എടുക്കുന്നവരാണെങ്കിലും നമ്മൾ ഭയങ്കര സംഭവമായിട്ടൊന്നും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചതല്ല എന്ന് ബോധമുണ്ടല്ലോ അല്ലേ. നമ്മളാരും സെയിൻസ് ആയിട്ട് ജനിച്ചിട്ടും വളർന്നിട്ടും ഒന്നും കർത്താവ് ഏൽപ്പിച്ചതല്ല എന്ന് ബോധമുണ്ടല്ലോ. ഹല്ലേലൂയ. വചനം പറയാ, അന്യത ഉപദേശിക്കരുത്. വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല, തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന. ഈ വചനം കേട്ടാൽ, രൂപാന്തരപ്പെട്ടാൽ ആ പ്രസംഗത്തിന് ഭയങ്കര വിലയാ. ആ വചനത്തിന് ദൈവത്തിന്റെ വില തന്നെയുണ്ട്. പക്ഷെ വചനം കേട്ട് മനോവ്യസനപ്പെട്ട് ഒരു വ്യക്തി ഇറങ്ങിപ്പോകേണ്ടി വന്നാൽ മഹാപാപമാണ്. അത് ചർച്ചിൽ നിന്നാണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും. എന്നാലും അദ്ദേഹം അങ്ങനെ പറഞ്ഞല്ലോ എന്നൊരു ചിന്ത, ആ വ്യക്തി അങ്ങനെ പറഞ്ഞല്ലോ. നോ, അങ്ങനെ നമുക്കൊരു പെർമിഷനേ കർത്താവ് തന്നിട്ടില്ല. വചനം തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണമെന്ന് ഞാൻ മക്കെദോന്യയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. എൻ്റെ വിശ്വാസം വലുത്, എൻ്റെ ദർശനം വലുത്, എൻ്റെ ചിന്ത വലുത്.
ദർശനം ഷെയർ ചെയ്യുമ്പോൾ മറ്റൊരുത്തൻ്റെ ദർശനത്തെ കുത്തിപ്പറയുന്ന രീതിയിലാകരുത്. വിശ്വാസം ഷെയർ ചെയ്യുമ്പോൾ മറ്റൊരു വ്യക്തിയുടെ വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിലാകരുത്. നമ്മുടെ വിശ്വാസം ശരി എന്നവർക്ക് ബോധ്യം വരേണ്ടതിന് നാം കൃപയോടുകൂടെ സംസാരിക്കാൻ, നിങ്ങൾ ചെയ്യുന്നത് തെറ്റ് എന്ന് ആ വ്യക്തിക്ക് ബോധ്യം വരേണ്ടതിന് കൃപയോടെ സംസാരിക്കാൻ, നിങ്ങൾ പോകുന്ന വഴി തെറ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ അവർക്ക് മനസ്സിലാകേണ്ടതിന് കൃപയോടെ സംസാരിക്കാൻ ഒരു പ്രത്യേക വരം പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകരട്ടെ. തിമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞതാ, നീ എഫെസോസിൽ താമസിക്കണം. ചില സ്ഥലങ്ങളിൽ അഭിഷേകമുള്ളവരുണ്ടെങ്കിലേ കാര്യം നടക്കത്തുള്ളൂ. നീ എഫെസോസിൽ താമസിക്കണം. നിന്നെ ചിലയിടത്ത് കർത്താവ് ആക്കി വെച്ചിരിക്കുന്നത് ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ടാണ്. നമുക്ക് കാര്യമില്ല, പ്രയോജനമില്ല, ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നൂല്ലേ? തോന്നും. പക്ഷെ നിന്നെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അത് ഇതുവരെ വെളിപ്പെട്ടില്ലല്ലോ എന്ന് നമ്മൾ നിരാശപ്പെടരുത്. അത് കറക്റ്റ് സമയത്ത് വെളിപ്പെടും. ആമേൻ. കറക്റ്റ് സമയത്ത് നീ എഫെസോസിൽ താമസിക്കണം. അപ്പോൾ അനൈക്യതകളും തർക്കങ്ങളും വേണ്ടാത്ത വമ്പൻ വാദങ്ങളും ഒരു വ്യക്തിക്ക് വിശ്വാസത്തിൽ വളരാൻ കഴിയുന്നില്ലെങ്കിൽ ഉപേക്ഷിച്ചേക്കുക. നമ്മുടെ കൃപയും കൂടെ നഷ്ടപ്പെടുന്ന രീതിയിൽ പോയി കിടന്ന് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കല്ല. നമ്മുടെ കൃപ അഭിഷേകം കൂടെ നഷ്ടപ്പെടുന്ന രീതിയിൽ തർക്കത്തിന് നിൽക്കല്ല. ഇങ്ങോട്ട് വാടാ, ഞാൻ കാണിച്ചു തരാം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ആരും ആത്മാവിൻ്റെ ഉയർന്ന തട്ടിൽ നിന്ന് ജഡത്തിൻ്റെ താഴ്ന്ന തട്ടിലേക്ക് ഇറങ്ങല്ല. എൻ്റെ മുന്നിൽ എങ്ങാനും വന്നാ ഞാൻ കാച്ചിക്കളയും എന്നുള്ള രീതിയിൽ നമ്മൾ ഉയർന്ന ആത്മീയ അഭിഷേകത്തിൻ്റെ അളവിൽ നിന്ന് തരം താണ അവസ്ഥയിലേക്ക് ഇറങ്ങരുത്. അനൈക്യതകളും മൗഢ്യ തർക്കങ്ങളും നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർത്ത് കളയും. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താമോ? രണ്ടാമത് തിരുവെഴുത്ത് പറയുന്നു, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം. അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. 1 മുതൽ 4 വരെ. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെ അല്ല, ജഡികന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല, പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്നും നിങ്ങൾ ജഡികന്മാരല്ലോ. നിങ്ങളുടെ ഇടയിൽ ശ്രദ്ധിക്കണം, ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യന്മാരെ പോലെ നടക്കുന്നവരുമല്ലയോ? ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ എന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ എന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? ആ ചോദ്യത്തിന് ഭയങ്കര ഭീമാകാരമായ ഒരു പ്രസക്തിയുണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ വളരെ ഗുരുതരമായ ഒരു ചോദ്യമാണത്. നിങ്ങൾ സാധാരണ മനുഷ്യന്മാരല്ലയോ? പൗലോസാണ് ചോദിച്ചത്, പക്ഷെ ഇത് പരിശുദ്ധാത്മാവാ ചോദിക്കാൻ പറഞ്ഞ്. നമ്മൾ ആത്മീയന്മാരെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ നമ്മുടെ ഉറക്കത്തിലെങ്ങാനും വന്ന് ദൈവം ഈ ചോദ്യം നമ്മുടെ മുമ്പിൽ ഒരു സ്വപ്നത്തിലൂടെ ഇട്ട് തന്നാൽ, ആ ചോദ്യം എന്നോട് വന്നു പോയാൽ നമ്മൾ എത്ര താങ്ങും? നമുക്ക് എത്ര സഹിക്കാൻ പറ്റും ആ ഒരു ദൈവശബ്ദത്തെ? നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത്, എനിക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല. കാരണം ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണത്. പക്ഷെ സ്വപ്നത്തിലെങ്ങാനും നീ ആത്മീയൻ എന്ന് പറയുമ്പോഴും നീ ജഡികനും നീ ഒരു സാധാരണ മനുഷ്യനും അല്ലയോ എന്നൊരു ചോദ്യം എങ്ങാനും
ഉറക്കത്തിൽ ആരോടെങ്കിലും ചോദിക്കുന്നത് നമ്മളെങ്ങാനും സ്വപ്നം കണ്ടുപോയാൽ പിറ്റേ ദിവസത്തെ ഉറക്ക ഉണരൽ നിങ്ങൾക്ക് സുഖകരമായിരിക്കുമോ? ഭയങ്കര ഗുരുതരമാണ്. ഈ ആത്മീയ ജീവിതത്തിൽ നിൽക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. നമ്മളെ ആത്മീയർ എന്ന് പറയുമ്പോൾ തന്നെ സാത്താൻ നമ്മളെ സ്വിച്ച് ചെയ്യും. ജഡികന്മാർ, പിന്നെ സാധാരണ. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചോ? സാധാരണ മനുഷ്യനല്ല ജഡികൻ ആത്മീയനല്ല. ആത്മീയൻ ജഡികനാകാൻ പറ്റത്തില്ല. പക്ഷേ ഒരു ജഡികന് ആത്മീയനെന്നും പിന്നെ സാധാരണ മനുഷ്യൻ എന്ന രീതിയിൽ അഭിനയിക്കാൻ പറ്റും. ഹല്ലേലൂയ. മനസ്സിലായോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിന്റെ ആ സീരിയസ്നെസ്? പൗലോസ് പറയുന്നുണ്ടോ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെ അല്ല, ജഡികന്മാരോട് എന്ന പോലെ സംസാരിക്കാൻ പറ്റുന്നുള്ളൂ. ഈ ആത്മീയർ എന്നെ ശ്രദ്ധിക്കണം. നമ്മളൊരു ജഡികനോട് സംസാരിക്കുമ്പോൾ നമ്മളും കൂടെ ജഡികന്മാരെ പോലെ ആക്കിക്കളയാൻ സാത്താൻ ആ ജഡികനെ കൂടെ വാദിക്കും. പക്ഷെ പൗലോസ് വളരെ സീരിയസ് ആയിട്ട് ഈ കാര്യത്തെ കാണുകയും അത്രയും അഭിഷേകത്തിന്റെ കവറിങ്ങിനകത്ത് നിന്ന് താൻ സംസാരിക്കുകയും ചെയ്യുമ്പോൾ, ഞാൻ ആത്മീയനോട് സംസാരിക്കേണ്ട ഒരു വ്യക്തിയാണ്, ആത്മീയ കാര്യങ്ങൾ പറയാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവനാണ്, പക്ഷെ ഞാൻ ഒരു ജഡികനോടാണ് സംസാരിക്കുന്നത്, പക്ഷെ ഞാൻ ഒരു ജഡികനാകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത്രയും വാക്ക് അതിനകത്ത് മറിഞ്ഞു കിടപ്പുണ്ട്. ശരിയല്ലേ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊരു ആത്മീയനാണ്, എന്നാൽ ബാക്കിയുള്ളവരല്ലായിരിക്കാം. പക്ഷെ നിങ്ങൾ അവരുമായി ബന്ധപ്പെടുമ്പോൾ, നിങ്ങൾ അവരുമായി ജീവിച്ചു പോരുമ്പോൾ, ഒരാത്മീയന്റെ തട്ടിൽ നിന്ന് പലപ്പോഴും ഒരു ജഡികന്റെ തട്ടിലേക്ക് ഇറങ്ങേണ്ടി വരുന്നുണ്ടോ? ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ആത്മീയ വർധനവിനത് ഭയങ്കര തടസ്സമാണ്. നിങ്ങൾക്ക് വഴക്ക് കൂടിയിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പക്ഷെ ചീത്ത വിളിച്ചിട്ട്, പന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ട്, മോശം പരാമർശങ്ങൾ നടത്തിയിട്ട് ഭയങ്കരമായിട്ട് അന്യഭാഷ പറയുന്നവരുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഭയങ്കരമാകുന്ന രീതിയിൽ ഹസ്ബൻഡിനെ മോശം വാക്ക് ഉപയോഗിച്ച് വിളിച്ചിട്ട് അകത്ത് പോയിരുന്ന് കൂട്ടായ്മയിൽ പോയിരുന്നും ഒക്കെ ഭയങ്കരമായിട്ട് കൈയടിച്ച് തീ പറപ്പിച്ച് ആരാധിക്കുന്ന അമ്മാമ്മമാരുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. ഹല്ലേലൂയ. പക്ഷെ ആ അഗ്നി വേറെയാണ്. ദൈവത്തിന് മാത്രമുണ്ട്. അതിന്റെ സബ്ജക്റ്റ് അതല്ല. പക്ഷെ ഞാൻ ആത്മീയന്മാരോടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് വഴക്ക് കൂടിയിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഒരാളെ വേദനിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്തുള്ള ആത്മാവിനെ നിങ്ങളൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്കൊരു വ്യക്തിക്ക് ദോഷം വരുത്തിയിട്ട് നിങ്ങൾക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഒരു വ്യക്തിയെ കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഒരു വ്യക്തിയെ പരിഹസിച്ചിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്തുള്ള സ്പിരിറ്റിനെ ഒന്ന് നിങ്ങൾ പരിശോധിക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പൗലോസ് പറയുന്നത് ശ്രദ്ധിച്ചേ. ഒരു ഭക്ഷണ കാര്യത്തിൽ പോലും ഒരു ജഡികനാകുന്ന മനുഷ്യരോടാണ് ഇപ്പൊ പൗലോസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പൗലോസ് പറയുന്നത് ശ്രദ്ധിച്ചേ. ഭക്ഷണമല്ല, പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഈ കൊരിന്ത സഭയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് ഈ കർത്താവിൻ്റെ ശരീരവും രക്തവും അത് അവർക്ക് ആഹാരമാണ്. ഒരുവൻ വരുന്നതിന് പിന്നെ മറ്റവൻ ഇരുന്ന് വിശപ്പ് കൊണ്ടെടുത്ത് സാപ്പിടുന്നു. അതിന് പ്രത്യേകിച്ചൊരു വിശുദ്ധി കൽപ്പിക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള വല്ലാത്ത ഗുരുതരമായ തെറ്റുകൾ ആ സഭയിലൊക്കെ നടന്നു വന്നിട്ടുണ്ട്. കൂടാതെ ലൗകിക പാപങ്ങൾക്കകത്തും ഒക്കെ പെട്ടൊരു സഭയാണ് കൊരിന്ത സഭ. ഇവിടെ പൗലോസ് പറയുന്നത്, ഞാൻ ഭക്ഷണമല്ല പാലാ നിങ്ങൾക്ക് തന്നത്. കാരണം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് കഴിവായിട്ടില്ല. ദൈവം വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കണമെങ്കിലേ, ദൈവം ഉന്നതമായ കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിക്കണമെങ്കിലേ, നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾക്കകത്ത് നമ്മൾ വിശ്വസ്തരാണെന്ന് ദൈവത്തിന് ബോധ്യം വരണം. യേശുവിന്റെ നാമത്തിൽ കുഞ്ഞെ, നീ ദൈവകരങ്ങളിൽ അസാധാരണമായി പ്രയോജനപ്പെടാൻ നീ ആഗ്രഹിക്കുന്നു. സഹോദര, നീ കർത്താവിന് വേണ്ടി അതിശക്തമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ദൈവാത്മാവ് ചോദിക്കുന്നു, നിന്നെ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളിലും നീ ഫെയ്ത്ത്ഫുൾ ആയിരുന്നോ എന്ന്.
അല്ല, നീ ഇപ്പോഴും എല്ലാ കാര്യങ്ങളിലും നീ വിശ്വസ്തത പാലിക്കുന്നുണ്ടോ, ചിട്ട പാലിക്കുന്നുണ്ടോ, അച്ചടക്കം പാലിക്കുന്നുണ്ടോ എന്ന്. കാരണം പൗലോസ് പറയുന്നു, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും, ഓക്കെ, ഫോർ യു ആർ സ്റ്റിൽ ഓഫ് ദി ഫ്ലഷ്, ഫോർ യു ആർ സ്റ്റിൽ ഓഫ് ദി ഫ്ലഷ്, നിങ്ങൾ ഇപ്പോഴും ആ ജഡത്തിനകത്ത് നിങ്ങളായിരിക്കുന്നു. For while there is jealousy and strife among you, are you not of the flesh and behaving only in human way? For when one says, I follow Paul, and another, I follow Apollos, are you not being merely human? നിങ്ങൾ ഇപ്പോഴും ഒരു സാധാരണ മനുഷ്യനല്ലേ? നീ അപ്പല്ലോസിനെ അനുഗമിക്കുന്നു എന്നൊരുത്തം പറയുന്നു, പൗലോസിനെ അനുഗമിക്കുന്നു എന്നൊരുത്തം പറയുന്നു, ഞാൻ യേശുവിനെയാണ് ഫോളോ ചെയ്യുന്നതെന്ന് ഒരുത്തം പറയുന്നു, ഞാൻ അദ്ദേഹത്തിന്റെ ടീച്ചിങ് ആണ് അനുഗമിക്കുന്നത് വേറൊരുത്തം പറയുന്നു, ഞാൻ എപ്പോഴും അന്യഭാഷയെ പ്രാർത്ഥിക്കുന്നു എന്നൊരുത്തം പറയുന്നു, ഇത് ഭയങ്കര പ്രവാചകിയാണെന്ന് വേറൊരുത്തം പറയുന്നു, ഇത് അസാധാരണമാകുന്ന ഭൂതശുശ്രൂഷയുള്ളവനാണെന്ന് വേറൊരുത്തം പറയുന്നു. കർത്താവ് ചോദിക്കുന്നു, നീ ഇപ്പോഴും ഒരു സാധാരണ മനുഷ്യനല്ലേടാ? നീ ദൂത് പറയുന്നു, നീ പ്രവചിക്കുന്നു, നീ പ്രസംഗിക്കുന്നു, നീ ഭയങ്കര കാര്യങ്ങൾ ചെയ്യുന്നു, നീ ആൾക്കാരുടെ ഇടയിൽ തിളങ്ങുന്നു, പേരെടുക്കുന്നു, പ്രശസ്തി എടുക്കുന്നു, നീ പ്രാർത്ഥിക്കുന്നവനാണ്, പ്രാർത്ഥിക്കുന്നവളാണെന്ന് അറിയുന്നു, അങ്ങോട്ടേക്ക് കുത്തി വിളിച്ചാൽ മതി, ഇപ്പം വിടുതലാന്ന് പറയുന്നു. പക്ഷെ നീ ഇപ്പോഴും ഒരു സാധാരണ മനുഷ്യനല്ലേ? കാരണം ഈർഷ്യ നിന്നെ വിട്ടു മാറാതെ നീ എങ്ങനെ ആത്മീയനാവും? അസൂയ വിട്ടുമാറാതെ നീ എങ്ങനെ ആത്മീയനാവും? മറ്റുള്ളവൻ വളരുന്നത് ഇഷ്ടമില്ലാത്ത സ്വഭാവം മാറാതെ നീ എങ്ങനെ ആത്മീയനാവും? മറ്റൊരു വ്യക്തിക്ക് കയറിപ്പോകട്ടെ എന്ന് ചിന്തിച്ച് ഒരു സഹായം ചെയ്തു കൊടുക്കുന്നില്ലെങ്കിൽ, അവന് വരുന്നതും കൂടെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു മനോഭാവം ഉണ്ടെങ്കിൽ, അവൻ പ്രയോജനപ്പെടുന്നതിൽ അസൂയ ഉണ്ടെങ്കിൽ, അവൻ കയറി വരുന്നതിൽ നിനക്ക് ഭയം ഉണ്ടെങ്കിൽ, നീ എങ്ങനെ ആത്മീയനാവും? പൗലോസ് ചോദിക്കുന്നതാ, നീ എങ്ങനെ ആത്മീയനാവും? നിന്നൊരു ശുദ്ധ ഹൃദയമില്ലല്ലോ, ശുദ്ധ മനസാക്ഷി ഇല്ലല്ലോ, ശുദ്ധ സ്വഭാവം ഇല്ലല്ലോ, കലർപ്പില്ലാത്ത സംസാരം ഇല്ലല്ലോ, നിങ്ങളുടെ ഇടയിൽ ഇപ്പോഴും ഈർഷ്യയും പിണക്കവും ഉണ്ടല്ലോ, പിന്നെ നീ എങ്ങനെ ആത്മീയനാവും? കർത്താവ് പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പിണക്കം അത് ചെറിയൊരു കാര്യമല്ലേ? ഈർഷ്യ അത് ആർക്കാ ഇല്ലാത്തേ? പറയുന്നവര് ആ ഭാഗത്തേക്ക് മാറി നിന്നു. അതില്ലാത്തൊരു കൂട്ടം ഉണ്ടെന്നാണ് ദൈവാത്മാവ് പറയുന്നത്. വചനം പറയുന്നത് അതില്ലാത്തൊരു കൂട്ടമുണ്ട്, അതില്ലാത്തൊരു ജീവിതമുണ്ട്. ഹല്ലേലൂയ. ഇല്ലാത്തവനുള്ളവനെ കാണുമ്പോ വല്ലാത്തൊരു അസ്വസ്ഥത വരാറുണ്ടോ? ഇല്ലാത്തവനുള്ളവനെ കാണുമ്പോൾ വല്ലാത്ത അസ്വസ്ഥത വരാറുണ്ടോ? അതിനെ അസൂയ എന്ന് പറയും. അങ്ങനെ അസൂയ, ഈർഷ്യയും പിണക്കവും, നേരത്തെ നമ്മൾ തിമോത്തിയോസിന്റെ ലേഖനത്തിൽ വായിച്ചതുപോലെ തർക്കങ്ങളും അനൈക്യതകളും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ആത്മീയൻ എന്ന് ബൈബിൾ പറയുന്നില്ല, സാധാരണ മനുഷ്യരെന്ന് പറയുന്നു. ഈ പ്രവൃത്തിയാണ് ജഡം. അതായി പറയുന്നത്, നിങ്ങൾ ജഡികന്മാരല്ലയോ, ശേഷം സാധാരണ മനുഷ്യരെ പോലല്ലയോ. ഇത് എന്തൊരവസ്ഥയത് ഓർത്ത് നോക്കിയേ. വചനം എത്ര ക്ലിയർ ആയിട്ട് സംസാരിക്കുന്നത് നോക്കിയേ. ജഡം വേറെ, സാധാരണ മനുഷ്യൻ വേറെ. ദൈവം ഒരു അസാധാരണ മനുഷ്യനായി ഓരോ വ്യക്തികളെയും തിരഞ്ഞെടുത്തേക്കുമ്പോൾ വചനം പറയാണ്, ആത്മീയന്മാരെന്ന് നിങ്ങൾ ധരിച്ചിട്ട്. പക്ഷെ ഞാൻ ആത്മീയന്മാരോടല്ല, ജഡികന്മാരോടെന്ന പോലെ സംസാരിക്കുന്നു. നിങ്ങൾ ജഡത്തിന്റെ ഈർഷ്യ, പിണക്കം, വേണ്ടാത്ത പരിപാടികളെല്ലാം നിങ്ങൾ ചെയ്തിട്ട് പിന്നീട് നിങ്ങൾ ശേഷം സാധാരണ മനുഷ്യരല്ലയോ? ഇതാ ചോദ്യം. ഓ മൈ ഡി ഫാദർ. അപ്പോ ആത്മീയനാണോ, ജഡികനാണോ, സാധാരണ മനുഷ്യനാണോ? ചിന്തിക്കണം. ഇതൊക്കെ ഒരു മനുഷ്യനാവാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഒരു മനുഷ്യനാകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഒരു വ്യക്തിയുടെ ആത്മീയ വളർച്ചയെ തടയുന്നതിൽ ഈ ജഡത്തിനൊരു വലിയ പങ്കുണ്ട്, ഒരു മഹാപങ്കുണ്ട്. നിങ്ങൾക്ക് കയറി വരാൻ പറ്റാത്തതിൻ്റെ പിന്നിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇന്ന് ഈ വചനത്തിൻ്റെ മുമ്പിൽ ചിന്തിച്ച് അതിനെ ജയിക്കേണ്ടത് അത്യാവശ്യമാണ്. ജഡിക സ്വഭാവം നമ്മിൽ നിന്ന് മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ, 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ.
വെളിപ്പാട് പുസ്തകം 3:14-22. ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക: വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. എനിക്കിത് മാത്രമായിട്ടൊരു പ്രസംഗിക്കണമെന്നുണ്ട്. അത്രയും സീരിയസ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന ഇത്രയും മാത്രമേ ഉള്ളൂ. ആത്മീയ മന്ദോഷ്ണാവസ്ഥ എടുത്തു ദൂരെ കളയുക. ആത്മീയ അലസന്മാരുടെ മനോഭാവം എടുത്ത് പുറത്ത് കളയുക. പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം ഉപവാസ ചിന്ത വരുന്ന മനോഭാവം എടുത്ത് ദൂരെ കളയുക. ജീവിതത്തിൽ മുട്ടുണ്ടാകുമ്പോൾ മാത്രം മുട്ടുന്ന സ്വഭാവം എടുത്ത് പുറത്ത് കളയുക. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ മാത്രം കർത്താവ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തപ്പി നോക്കുന്ന സ്വഭാവം എടുത്ത് പുറത്ത് കളയുക. ആത്മീയ മന്ദോഷ്ണാവസ്ഥ എടുത്ത് പുറത്ത് കളയുക. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ചിലർക്ക് ഭക്തി വർദ്ധിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രശ്നം വരുമ്പോഴാണ്. ചിലർക്ക് ഭക്തി വർദ്ധിക്കുന്നത് ഭയം വരുമ്പോഴാണ്. ചിലർക്ക് ഭക്തി വർദ്ധിക്കുന്നതും അങ്ങനെ ഒരു ആത്മീയ ജീവിതത്തെക്കുറിച്ച് തന്നെ അവരോർക്കുന്നതും ജീവിതത്തിൽ അവസ്ഥകൾ വരുമ്പോഴാണ്. അതുകൊണ്ട് കർത്താവ് അവരുടെ ജീവിതത്തിൽ നിന്ന് അവസ്ഥകൾക്ക് ക്ഷാമമില്ലാത്ത രീതിയിലാക്കിയിട്ടിട്ടുണ്ട്. കാരണം അവർ നിൽക്കണമെങ്കിൽ അവർക്ക് അവസ്ഥകളുണ്ടെങ്കിലേ നിൽക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ജീവിതത്തിൽ ഇച്ചിരി ഒന്ന് സാമ്പത്തികമായി ഒന്ന് പൊങ്ങിക്കഴിയുമ്പോൾ ഈ വായിക്കുന്ന പോലെ ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നനായി തീർന്നിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല, ഈ അവസ്ഥയിൽ വരുമ്പോൾ പിന്നെ പള്ളിയും വേണ്ട, ആരും വേണ്ടാത്തൊരവസ്ഥ. പിന്നെ ഈ പുള്ളിയെ കാണണമെങ്കിൽ പള്ളി നോക്കിയാൽ കാണത്തില്ല. പിന്നെ ഈ പുള്ളിയെ കാണണമെങ്കിൽ അടുത്ത പ്രശ്നം വരണം, പിന്നെ പള്ളിയിലോ എവിടെയെന്ന് വെച്ചാൽ കാണത്തുള്ളൂ. അങ്ങനത്തെ അവസ്ഥയുണ്ട്. പക്ഷെ വചനം പറയുന്നത് ശ്രദ്ധിച്ചേ, നീ ധനവാനാണെന്ന് പറയുമ്പോഴും ഇപ്പം പ്രത്യേകിച്ച് വലിയ പ്രശ്നമൊന്നുമില്ല, ദൈവകൃപയാൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴും തൊട്ട് താഴെ ഒരു വചനം പറയുന്നുണ്ട്: അരിഷ്ടൻ, നിർഭാഗ്യവാൻ, ദരിദ്രൻ, കുരുടൻ, നഗ്നൻ. സഹോദര, ജീവിതത്തിൽ ബാങ്ക് ബാലൻസ് ഉയരുന്നതല്ല കേട്ടോ അനുഗ്രഹം. ആത്മീയ സമ്പത്ത് വർദ്ധിക്കുന്നതാണ് അനുഗ്രഹം. എത്ര ജോലി തിരക്ക് കഴിഞ്ഞ് വന്നാലും 5 മിനിറ്റ് നമുക്ക് മുട്ടുമടക്കി പ്രാർത്ഥിച്ച് കിടക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു മഹാദാരിദ്ര്യം തന്നെയാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ ആകപ്പാടെ മാറ്റാൻ പറ്റുന്നൊരു കാര്യം ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, പ്രാർത്ഥന. അതിനെ മാറ്റി വെച്ച്, കാരണം മറ്റിടത്ത് നമുക്ക് മാറ്റാനൊക്കത്തില്ലല്ലോ. കാരണം മന്ത്ലി സാലറി കിട്ടത്തില്ല. ഒരു ദിവസം പോയില്ല എന്നുണ്ടെങ്കിൽ സാലറി കട്ടാവും, അത് മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ അത് ജീവിത പ്രശ്നമായിപ്പോയി. അതുകൊണ്ട് അത് നമ്മൾ വല്ല വിധേനയും കടിച്ചു പിടിച്ചു പോയിട്ട് ആകെ കൂടെ മാറ്റാൻ പറ്റുന്ന ദൈവിക കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനെ മാറ്റി വെച്ച് ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് പറയുന്നു, അങ്ങനെയുള്ളവൻ സമ്പന്നനായിരുന്നാലും ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞാലും അത് ഭൗമികമാണ്. തൊട്ട് താഴെ പറയുന്നു, അവൻ നിർഭാഗ്യവാനാണ്, ശരിയായ നിർഭാഗ്യവാനാണ്, ശരിയായ കുരുടനാണ്, ശരിയായ ദരിദ്രനാണ്, ശരിയായ അരിഷ്ടനാണ്. സോ തൊട്ട് താഴെ വേറൊരു വാക്ക് പറയുന്നു, മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെടുക.
മാനസാന്തരപ്പെടുന്നവന്റെ ശ്രദ്ധയ്ക്ക് ഇതാ ഞാൻ വാതിൽക്കൽ വന്ന് നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്നവനോടും അവൻ എന്നോട് കൂടെ അത്താഴം കഴിയും. ആത്മീയ മന്ദോഷ്ണാവസ്ഥ ജീവിതത്തിൽ നിന്ന് മാറ്റാതെ നമുക്കൊരാത്മീയ വർധനവ് ഉണ്ടായിരിക്കുകയില്ല. യാക്കോബിന്റെ ലേഖനം, ഞാൻ വേഗം പോവാണ്, സമയം ഒത്തിരി മുമ്പോട്ട് പോയി. യാക്കോബിന്റെ ലേഖനം 4-ാമത്തെ അധ്യായം ഒന്ന് വേഗം എടുക്കാമോ? യാക്കോബിന്റെ ലേഖനം 4-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. നിങ്ങളിൽ ശണ്ഠയും 1 മുതൽ 6 വരെയുള്ള വാക്യം. നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും ശണ്ഠയിടുകയും ചെയ്തിട്ടും യാചിക്കായിക കൊണ്ട് കിട്ടുന്നില്ല. നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്ക കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. അല്ലെങ്കിൽ തിരുവെഴുത്ത് വെറുതെ സംസാരിക്കുന്നു എന്ന് തോന്നുന്നുവോ? അവൻ നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവ് അസൂയയ്ക്കായി കാക്ഷിക്കുന്നുവോ? എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു. അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ലൗകിക പാപങ്ങൾ, ലൗകിക ചിന്തകൾ നമ്മുടെ ആത്മീയ വർധനവിനെ തടയുന്നു. എന്തോരം കാര്യങ്ങൾ ഈ 1 മുതൽ 6 വരെ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് സമയം പോലെ വായിച്ചാൽ മതി. എനിക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമില്ല. എന്തോരം കാര്യങ്ങൾ ഈ 1 മുതൽ 6 വരെയുള്ള വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്നറിയാവോ? ശണ്ഠ, അസൂയ, അവയവങ്ങളിലുള്ള പ്രശ്നങ്ങൾ, ഭോഗേച്ഛ, ഈ ലൗകിക കാര്യങ്ങൾ നടക്കാൻ വേണ്ടി, ഭൗമിക കാര്യങ്ങൾ നടക്കാനും വേണ്ടിയിട്ടുള്ള വല്ലാത്ത യാചന, ആത്മീയ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയില്ലായ്മ, നമ്മുടെ അകത്തിരിക്കുന്ന ആത്മാവിനെ കുറിച്ചുള്ള ഓർമ്മയില്ലായ്മ, ഈ അകത്ത് ഈ പരിശുദ്ധാത്മാവിനെ വെച്ചോണ്ട് തന്നെയുള്ള അസൂയപ്പെടൽ, ശണ്ഠയിടൽ, ഇതെല്ലാം കാര്യങ്ങൾ ഈ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് പറയുന്നത്. നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. കാരണം നമ്മളിൽ പലരിലും ഇതിൽ ഏതൊക്കെയോ പ്രശ്നങ്ങൾ ഉരുത്തിരിയാണ്. പക്ഷെ ഒരു കാര്യം ഭയങ്കര വല്ലാതെ നമ്മളെ നടുക്കുന്ന ഒരു വചനം തൊട്ട് താഴെ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയാവോ? എന്നാൽ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. 4-ാമത്തെ വാക്യം. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. ലോകത്തിന്റെ സ്നേഹിതനാകാൻ നിങ്ങളിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോകത്തിന്റെ സ്നേഹം കിട്ടും. പക്ഷേ അവൻ ദൈവത്തിന്റെ ശത്രുവാണ്. ദൈവത്തിന്റെ ശത്രുത എനിക്ക് വേണ്ട എന്ന് പറയുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? ആമേൻ. സഹോദര, നീ ഒരുപക്ഷെ ലോകസ്നേഹം തേടി നടക്കുന്ന ചിലരുടെ പുറകെ പോകാത്തത് കൊണ്ട് നീ ഒരുപക്ഷെ അവരുടെ ശത്രുവായി തീർന്നു കാണാം. ലോകത്തിലുള്ളവർ പറഞ്ഞതനുസരിക്കാത്തത് കൊണ്ട് ഒരുപക്ഷെ അവർ നിങ്ങളുടെ ശത്രുവായി തീർന്നിട്ടുണ്ടായിരിക്കാം. അവരുടെ കൂടെ നിങ്ങൾ എന്റർടൈൻ ചെയ്യാത്തത് കൊണ്ട്, ടൈം സ്പെൻഡ് ചെയ്യാത്തത് കൊണ്ട് ഒരുപക്ഷെ നിങ്ങളെ അവർ കോർണർ ചെയ്തിട്ടുണ്ടാകാം. ലോകസ്നേഹത്തെ ഇഷ്ടപ്പെടുന്നവരുടെ ഇഷ്ടങ്ങളെ നിങ്ങൾ അംഗീകരിക്കാത്തത് കൊണ്ട് നിങ്ങൾ ഒരുപക്ഷെ ശത്രുതയിലായിട്ടുണ്ടാകാം, നിങ്ങളോട് ശത്രുതയുണ്ടാകാം. പക്ഷെ ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് പറയുക, നീ ദൈവത്തിൻ്റെ മിത്രമാണ്. നീ ദൈവത്തിൻ്റെ പ്രയോജനമുള്ളവനും പ്രധാനപ്പെട്ടവനുമാണ്. ലോകസ്നേഹത്തെ പ്രതി നിന്നെ ചില വ്യക്തികൾ ഒഴിവാക്കിയെങ്കിൽ ദൈവസ്നേഹത്തെ പ്രതി നീ അവരെ വേണ്ട എന്ന് വെക്കുന്നതാണ് ഏറ്റവും ഉചിതം. കാരണം നീ ദൈവത്തിൻ്റെ മിത്രമായി കഴിഞ്ഞാൽ ലോകത്തിലുള്ള സകലരും നിന്റെ മുമ്പിൽ വരുന്നൊരു നാൾ വരും. ലോകത്തിലുള്ള സകലരും നിന്റെ അകത്തിരിക്കുന്ന ആത്മാവ് ഏതാണെന്ന് അറിയുന്ന ഒരു ദിവസം വരും. ആ സമയത്തിലേക്ക് വേണ്ടി ദൈവം നിങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇന്ന് ഈ വചനങ്ങൾ നമ്മെ വല്ലാതെ ചിന്തിപ്പിക്കുകയാണ്. കാരണം ആത്മീയവർദ്ധനവിനുള്ള തടസ്സങ്ങൾ: 1, അനൈക്യതകളും തർക്കങ്ങളും, ആവശ്യമില്ലാത്ത തർക്കങ്ങളും അനൈക്യതകളും. 2, ജഡിക സ്വഭാവം. ഒരു മനുഷ്യന്
ജഡികനായി ഇരുന്നു കൊണ്ട് തന്നെ ഒരു ആത്മീയന്റെ അഭിനയം കാണിക്കാൻ പറ്റും. അതേ മനുഷ്യൻ വീണ്ടും ജഡത്തിൽ വന്ന് നിന്നിട്ട് ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കാനും പറ്റും. വീണ്ടും അവൻ ജഡത്തിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് അവൻ ജഡത്തിന്റെ പ്രവൃത്തി കാണിക്കും. പിന്നെയും അവൻ ആത്മീയന്റെ സ്വഭാവം കാണിക്കും. പിന്നെയും അവൻ ജഡത്തിൽ വരും. പിന്നെയും അവൻ ഇങ്ങനത്തെ രീതിയിൽ മാറി 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 മറിയുന്ന ഒരു ഓന്തുപോലെ നിൽക്കുകയാണെങ്കിൽ അവനെ ആത്മീയനെന്നല്ല, പൗലോസിലൂടെ ദൈവാത്മാവ് പറയുന്നു, അവനെ ജഡികനെന്ന്, സാധാരണ മനുഷ്യനെന്ന് വിശുദ്ധ വേദപുസ്തകം വിളിക്കുകയാണ്. എന്നാൽ സ്വർഗം നമ്മിലേക്ക് നോക്കുമ്പോൾ, ഇന്ന് സ്വർഗം നമ്മിലേക്ക് നോക്കുമ്പോൾ, ഓ ഹല്ലേലൂയ, നമ്മിലൊരു ജീവനുള്ളൊരു മനുഷ്യനെ കാണട്ടെ. മൂന്നാമത് പറയുന്നു ആത്മീയ മന്ദോഷ്ണാവസ്ഥ. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞൊരു സ്വഭാവം. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം ലവോദിക്യ സഭയുടെ ദൂതൻ എഴുതുക പറഞ്ഞിരിക്കുന്നു, നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. ചിലരെ നമുക്ക് നോക്കി ഒന്നും മനസ്സിലാവത്തില്ല. അവർ ഉണർന്നിരിക്കുവാണോ ഉറങ്ങിയിരിക്കുവാണോ, അവർ ആമയം പറയുവാണോ അതോ അവർ പിച്ചിമ്പയും പറയുവാണോ ഉറങ്ങിയിട്ട്, ഒന്നും നമുക്ക് മനസ്സിലാവത്തില്ല ചിലരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ. ഹല്ലേലൂയ. ദൈവാത്മാവ് പറയുന്നു ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. ശീതോഷ്ണവാനായിരുന്നാൽ നിന്നെ ഉമിണ്ണ് കളയും. ദൈവം വചനത്തിൽ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ പറയുന്നു ലൗകിക ചിന്തകൾ, ലോകത്തിന്റെ മോഹങ്ങൾ, ഇഷ്ടങ്ങൾ, സ്വഭാവങ്ങൾ, ഈ ആസക്തികളിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. നിങ്ങൾ ഏതെങ്കിലും ആസക്തികൾക്കകത്ത് അകപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ? ഏതെങ്കിലും ആസക്തികൾക്കകത്ത്, ദുർസ്വപ്നങ്ങൾക്കകത്ത്, നിനക്ക് ആത്മീയ ജീവിതത്തിൽ മുന്നേറാൻ കഴിയാത്ത പോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കകത്ത് നീ പെട്ടി നിൽക്കുകയാണോ? പരിശുദ്ധാത്മാവ് നിന്നെ സൗഖ്യമാക്കാൻ പോവാണ്, നിന്നെ സ്പർശിക്കാൻ പോവാ. കുഞ്ഞെ, നീ ഒരിക്കലും കരുതരുത് എന്നെ ദൈവം വെറുക്കുന്നു എന്ന്. ഒരിക്കലും നിങ്ങൾ കരുതരുത് നിങ്ങളെ ദൈവം വെറുക്കുന്നു എന്ന്. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്പർശിക്കുന്ന ആ സെക്കൻഡിൽ തന്നെ നിന്നെ ആത്മീയ ജീവിതത്തിൽ വല്ലാതെ വരിഞ്ഞു മുറുകുന്ന അവസ്ഥകൾ നിന്നെ വിട്ടുമാറാൻ പോവാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്വർഗീയ വിടുതൽ. In the mighty name of Jesus. 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 ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്പർശിക്കാൻ പോകണം. എല്ലാവരും നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസന്നിധി സമർപ്പിക്കുക. ഒരു സ്പർശനത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുക. നിങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നു. നിങ്ങൾ ഏത് അവസ്ഥയിലായിരുന്നാലും നിങ്ങളെ പരിശുദ്ധാത്മാവ് സ്നേഹിക്കുന്നു. ആ സത്യം നിങ്ങൾ തിരിച്ചറിയുക. കാരണം ദൈവത്തിനെ ശുദ്ധമാക്കാൻ കഴിയാത്ത ഒന്നുമില്ല. ദൈവത്തിന് ശുദ്ധമാക്കാൻ കഴിയാത്ത ഒന്നുമില്ല. ദൈവത്തിന് പണിതെടുക്കാൻ കഴിയാത്ത ഒന്നുമില്ല. നിന്റെ ആത്മീയ വർധനവിന് തടസ്സം ഈ പറയപ്പെട്ടതിൽ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ, കുഞ്ഞ് നീ പെട്ടു പോവുകയാണെങ്കിൽ, സാത്താൻ നിന്നെ പെടുത്തുവാണെങ്കിൽ, നിന്റെ സ്വഭാവത്തിലൂടെ, ചിന്തകളിലൂടെ, ഓർമ്മകളിലൂടെ, സംസാരത്തിലൂടെ, ബന്ധങ്ങളിലൂടെ സാത്താൻ നിന്റെ ജീവിതത്തെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഓ ജീസസ് നെയിം, ഒരു ഭയങ്കര സ്വാതന്ത്ര്യം ഇന്ന് നടക്കുമെന്ന് ദൈവാത്മാവിൻ്റെ ഉള്ളിൽ പറയുന്നു. ഭയങ്കര സ്വാതന്ത്ര്യം നടക്കും. ചിലരുടെ ജീവിതം അടിമുടി മാറുന്ന നിലകളിൽ ഭയങ്കര ഒരു ആന്തരിക സൗഖ്യം ഇന്ന് പരിശുദ്ധാത്മാവ് നൽകും. മനസ്സിനകത്തൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഓർമ്മകൾ ദൈവാത്മാവിപ്പോൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റും ചില ഓർമ്മകൾ. ഗ്ലോറി ഖസറാസ് ലാബ്ഥോ സൈഖ അബൈഖ സോയ റേബ്രാസി. നിന്റെ പ്രാണനെ പരിശുദ്ധാത്മാവ് ശുദ്ധീകരിക്കാൻ പോവുകയാണ്. നിന്റെ ചിന്തകളെ ദൈവം ശുദ്ധീകരിക്കാൻ പോവുകയാണ്. യൂട്യൂബിൽ എന്നെ കാണുന്ന ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിച്ചേ, നിങ്ങൾ സമർപ്പിച്ചേ. റഖാഥ ഷഠയ ഷഠയബ ലബറോഖോയ ഷഖഠയാഖ
ലബ്ധാരോകോസി സലഥാൽ ഗോ സഠായ ഓ റയാബ് സഠായ. എന്നോട് കർത്താവ് പറയുന്നു, ചിലരുടെ മേൽ ഭയങ്കരമായി വരിഞ്ഞു മുറുകിയിരിക്കുന്ന ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടുന്നു. പല തരത്തിലുള്ള ബന്ധനങ്ങൾ, ഹാബിറ്റ്സ്, നിന്നെ പരിശുദ്ധാത്മാവ് സെക്കൻഡിൽ തൊടുകയാണ്. എനിക്കൊരു മോചനം വേണമപ്പാ എന്ന് ചിലര് എന്താ പറയാ, എന്നെ കർത്താവ് കാണിക്കുന്ന ഒരു കാഴ്ച ഇങ്ങനെയാണ്. അവര് നിലത്തേക്ക് ഇറങ്ങി മുട്ടുമേൽ നിന്ന് രണ്ട് കൈയും വിരിച്ചു പിടിച്ച് വാവിട്ട് കരയുന്ന ചില വ്യക്തികളെ പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. അവരിലേക്ക് ആ ദൈവത്തിന്റെ കരം ഇപ്പോൾ തൊട്ട് അവർ ഈ സെക്കൻഡിൽ ഫ്രീ ആകുകയാണ്. സ്വർഗീയ സാന്നിധ്യം ഇപ്പോൾ ഇതിനകത്ത് വ്യാപരിക്കട്ടെ ഡാഡി. ഞാൻ ഈ ജനത്തെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഇപ്പോൾ കർത്താവ് വളരെ താല്പര്യത്തോടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ജനത്തെയും ഞാൻ അങ്ങയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അവരിപ്പോൾ തുടരണം പിതാവേ. അവരുടെ ഓർമ്മകളെ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ദുഷിച്ച ഓർമ്മകൾ മാഞ്ഞു പോകട്ടെ. തകർച്ചയുടെ ഓർമ്മകൾ, ആമേൻ ആമേൻ, പരാജയത്തിന്റെ ഓർമ്മകൾ, അവരെ പീഡിപ്പിച്ച ഓർമ്മകൾ, അവരെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ച ചില ഓർമ്മകൾ, അവരെ മിസ്യൂസ് ചെയ്ത ചില ഓർമ്മകൾ, വെറുക്കപ്പെടുന്ന ചില ഓർമ്മകൾ. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, വെറുക്കപ്പെടുന്ന ചില ഓർമ്മകൾ, ചിലരെ മിസ്യൂസ് ചെയ്ത ചില ഓർമ്മകൾ. യേശുവിന്റെ നാമത്തിൽ സ്വർഗ്ഗം അത് മായ്ച്ചു കളയാണ്. ആരുടെയൊക്കെ ഉള്ളിൽ ഇപ്പോഴും ആ ഓർമ്മകൾ കൊണ്ട് ആമേൻ ആമേൻ ഉറങ്ങുമ്പോൾ, കണ്ണടയ്ക്കുമ്പോൾ ആ ഓർമ്മകൾ വരുന്ന അവസ്ഥകൾ യേശുവിന്റെ നാമത്തിൽ മാഞ്ഞോട്ടെ. യേശുവിന്റെ രക്തം അതിനെ മായ്ച്ചു കളയുകയാണ്. യേശുവിന്റെ രക്തം അത് മായ്ച്ചു കളയുകയാണ്. യേശുവിന്റെ രക്തം അത് മായ്ച്ചു കളയുകയാണ്. റബദ ശബ്ദേരലഗദ. നിന്നെ ആത്മീയ ജീവിതത്തിൽ ഉയരാൻ അനുവദിക്കാതെ നിർബന്ധം പിടിക്കുന്ന ചില ഓർമ്മകൾ, ചിന്തകൾ, സ്വഭാവങ്ങൾ, രീതികൾ, ബോധ്യങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അതിന്റെ അടിവേര് കട്ട് ചെയ്യുന്നു. ജനം സൗഖ്യം പ്രാപിക്കട്ടെ. നിന്നെ ഫലം കായ്ക്കാൻ കർത്താവ് ഈ സെക്കൻഡ് ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്നെ ഫലം കായ്ക്കാൻ തക്കവണ്ണം ദൈവം ശുദ്ധീകരിക്കുകയാണ്. In Jesus name. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് വലിയ വിടുതൽ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് പലരിലും. എസ്പെഷ്യലി ഈ പല തരത്തിലുള്ള ഓർമ്മകൾ കൊണ്ട് ജീവിതം ഇപ്പോഴും ഒരു കയ്പ് നിറഞ്ഞ അവസ്ഥയിലിരിക്കുന്ന വ്യക്തികളെ കർത്താവ് തൊട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ മീറ്റിംഗ് കഴിഞ്ഞു ഇരുന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഒരു വിടുതൽ കർത്താവ് ഇപ്പോൾ അയച്ചിട്ടുണ്ട്. നിങ്ങളത് പൂർണ്ണമായിട്ട് റിസീവ് ചെയ്യണം. ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇരുന്നൊന്ന് പ്രാർത്ഥിക്കണം. സ്വാധീനങ്ങൾ ചിലരെ വിട്ട് അഴിയേണ്ടതായിട്ടുണ്ട്. നമുക്ക് പൂർണ്ണമായിട്ട് ഇതിനകത്തത് അത്രയും സമയം നമുക്ക് യൂസ് ചെയ്യാനായിട്ടോ പറ്റത്തില്ല. അതുകൊണ്ടാണ് നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് വിടുതൽ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിടുതൽ അയച്ചിട്ടുണ്ട്. അത് എൻ്റെ ഉള്ളിൽ ബോധ്യമുള്ളതാണ് ഞാൻ പറയുന്നത്. അയച്ചിട്ടുണ്ട്. നിങ്ങളിരുന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ അതിനെ കുടഞ്ഞ് കളയണം. കാരണം നിങ്ങൾക്ക് അതിനുള്ള പെർമിഷൻ കിട്ടിക്കഴിഞ്ഞു. വചനത്തിൽ നിങ്ങളെ കർത്താവ് ശുദ്ധീകരിച്ചു. മാനസാന്തരപ്പെടുക എന്ന് ദൈവാത്മാവ് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്കുള്ള ടിപ്പുകൾ ദൈവം തന്നു കഴിഞ്ഞു. അകത്ത് നിറയ്ക്കേണ്ട ദൈവം നിറച്ചു. പുറത്ത് നിങ്ങൾ തീ കത്തിച്ചാൽ മതി. ആമേൻ. പുറത്ത് തീ കത്തിച്ചാൽ മതി. ബാക്കി അത് ദൈവം ചെയ്തോളൂ. ഒരുപാട് പേരെ കർത്താവ് ഇന്ന് തൊട്ടിട്ടുണ്ട്. ഈ സന്ദേശത്തിൽ തൊട്ടിട്ടുണ്ട്. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും പണിതെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ ദൈവം സ്നേഹിക്കുകയാണ്. നിങ്ങളത് തിരിച്ചറിയുക. നിങ്ങളെ ദൈവം സ്നേഹിക്കുകയാണ്. നിങ്ങളെ ആരെയും ദൈവം വെറുക്കുന്നില്ല. ആരെയും വെറുക്കുന്നില്ല. ഒരു മനുഷ്യനെയും ദൈവം ഈ ഭൂമിയിൽ വെറുക്കുന്നില്ല. എല്ലാവരും മാനസാന്തരപ്പെടാൻ വേണ്ടി കർത്താവ് ഇച്ഛിച്ച് വെയിറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. സോ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങളുടെ മീറ്റിംഗ് എല്ലാ ദിവസവും ഉണ്ട്. രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഫോളോ ചെയ്താട്ടെ. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താട്ടെ. നിങ്ങൾക്ക് ഇതുപോലുള്ള ആത്മീയ സന്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തും. മറ്റുള്ളവരോടും കൂടെ ഈ കൂട്ടായ്മയെക്കുറിച്ച് നിങ്ങൾ അറിയിക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കും. അടുത്ത ദിവസം നമ്മൾ തമ്മിൽ കാണുന്നത് വരെ കർത്താവിൻ്റെ ചിറകടിയിൽ സ്വർഗ്ഗം നമ്മളെ സൂക്ഷിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.